ഹായ് മൈ ഫ്രണ്ട്സ്, പി ഷംജിത്ത്. ഞാൻ തോന്നുന്നത് ഈ ഒരു അബദ്ധം നിങ്ങളെ ഫ്രണ്ട്സിന് സംഭവിക്കരുത്. എൻ്റെ അടുത്തത് 2017 യാരിസ് ആണ്. എന്താണെന്നല്ല ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഓവർ സിമ്പിൾ ആട്ടോ. ആക്ച്വലി അത് കസ്റ്റമർക്ക് അറിയത്തില്ലായിരുന്നു. എഞ്ചിൻ ലൈറ്റാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഓവർ കണ്ടീഷനിൽ ഓടിച്ചു. ഇതാണ് അബദ്ധം സംഭവിച്ചത്. ഞാൻ റെഡ് ലൈറ്റ് കാരണം വണ്ടി ഓൾറെഡി ഓവറിക്കാണ് വണ്ടി. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വണ്ടി ഓൾറെഡി ഓവറിക്കാണ്, ആ റെഡ് ലൈറ്റ് വെച്ചിട്ട് ഓടിക്കരുത് പറഞ്ഞു. അപ്പോൾ നോക്കിയ സമയത്ത് ഞങ്ങൾ വാട്ടർ പമ്പ് ലീക്ക് ഉണ്ടായിരുന്നു. പറയാൻ ചെറിയ മൈനർ ലീക്കാണ്, അത്ര ഹെവി ലീക്കൊന്നുമില്ല. പക്ഷെ അതൊന്നല്ല കാരണം ഓവറിക്കാവൻ. ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയെങ്കിൽ റേഡിയേറ്റർ ഓൾറെഡി ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ റേഡിയേറ്റർ ഓൾറെഡി ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ യൂസ് ചെയ്തിരുന്നത് കൂളൻ്റ് ആണ്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ ആളുകൾ അല്ലെങ്കിൽ അവർ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ബ്ലോക്ക് ആവാൻ കാരണം. അപ്പോൾ തീർച്ചയായിട്ടും റേഡിയേറ്റർ മാറി, വാട്ടർ പമ്പ് മാറി, അത് കൂടാണ്ട് തന്നെ തെർമോസെറ്റ് ആൻഡ് റേഡിയേറ്റർ ക്യാപ്പൊക്കെ മാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 47 കിലോമീറ്റർ വണ്ടി ഓടിച്ചു നോക്കി. ഒക്കെ പെർഫെക്റ്റ് ആണ്. നമ്മൾ വർക്ക് എടുക്കൽ മാത്രമല്ല, ഇൻസ്പെക്ടറിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിൽ കിലോമീറ്റർ ഓടിച്ചു വയ്ക്കാൻ മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഓവറിറ്റി ഇഷ്യൂ. അപ്പോൾ തീർച്ചയായും ഞങ്ങളൊക്കെ എഞ്ചിൻ വർക്ക് എടുത്താലും ഓവറിറ്റി വർക്കൊക്കെ അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ റോട്ടൊക്കെ ചെയ്ത് കൺഫർമേഷന് മാത്രം ചെയ്താണ് കസ്റ്റമർ കൊടുക്കുന്നത്. അപ്പോൾ ഇതേമാതിരിയുള്ള വർക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ സർവീസ് സെൻ്ററിൽ കോൺടാക്ട് ചെയ്യണം. അത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.